ധ്യാനിക്കുകയാണെങ്കിൽ ക്രൂശിതനായ യേശുവിനെ, മുറിവേറ്റ, തകർക്കപ്പെട്ട, കുരിശ് ചുമന്ന, ഗെത്സമനിൽ പീഡ സഹിച്ച, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ക്രൂശിതനായ യേശുവിനെ ധ്യാനിക്കുക. വേറെ ഒന്നിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട. യേശു ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യേശു ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ക്രൂശിതനായ യേശുവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ക്രൂശിതനായ യേശുവിനെ കുറിച്ചുള്ള പുസ്തകം കണ്ടുപിടിച്ച് വായിക്കണം. നിങ്ങളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ടത് ക്രൂശിതനായ യേശുവിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഉപകാരപ്രദമായ മറ്റൊരു പ്രാർത്ഥന ലോകത്തിൽ നൽകപ്പെട്ടിട്ടില്ല. നമ്മുടെ ആധ്യാത്മിക ജീവിതം ഇന്ന് അടിത്തറയില്ലാത്തതും ഇന്ന് അപ്പുപന്താടി പോലെയുള്ള ആധ്യാത്മികതയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം ക്രൂശിതനായ ഈശോയെ ധ്യാനിക്കുന്നില്ല. ഉറപ്പാണ്. ക്രൂശിതനായ ഈശോയെ ധ്യാനിക്കാത്ത ആധ്യാത്മികത അപ്പുപന്താടി പോലുള്ള ആധ്യാത്മികതയാണ്.